നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. 10-15 ദിവസത്തെ വിദേശവാസത്തിന് ശേഷം മടങ്ങിയെത്തിയതേ ഉള്ളൂ. തിരക്കിട്ട ഒരുപാട് കാര്യങ്ങൾ. 15 ദിവസത്തിന് ശേഷം നാട്ടിൽ വന്ന വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് വ്യാപൃതനായിട്ടിരിക്കുന്ന അവസരത്തിൽ വളരെയധികം ക്ഷീണമുണ്ട്. കാരണം ഞാനൊരു സ്ഥലത്ത് പോയി, ഇന്നലെ തൃശ്ശൂർക്ക് പോയി, പിന്നെ തൃശ്ശൂരിൽ തിരിച്ചു വന്നു. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് പോയതാണ്. അതിനുശേഷം മടങ്ങി വന്നു. വീണ്ടും താമസം പിന്നെ അടുത്തൊരു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് ഞാൻ. അപ്പോൾ സ്പാർക്ക് മീഡിയയിലൂടെ 101 കവിതകളുടെ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യകുലം എന്നാണ് ആ കവിതയുടെ പേര്. നമ്മൾ വളരുന്നു, നമ്മൾ ജനിക്കുന്നു, വളർത്തുന്നു, നമ്മൾ സ്വയം വളരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണെന്നോ, ചെന്നെത്തുന്നത് എവിടെയാണെന്നോ എത്ര പ്രവചിച്ചാലും എത്ര മുൻകൂട്ടി ചിന്തിച്ചാലും നമ്മുടെ മനോമുകുരത്തിൽ തെളിയുന്നത് പോലെയൊന്നും ജീവിതത്തിൽ സാധ്യമായൊന്നുമല്ല എന്നാണ് എൻ്റെ അനുഭവങ്ങളിലൂടെ, എൻ്റെ ചിന്തകളിലൂടെ ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് മനുഷ്യരിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇന്നലെയോ മിനിഞ്ഞാന്നോ കാലങ്ങൾക്ക് മുന്നിലോ എപ്പോഴോ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്തയാണ്. ആ ചിന്തയിൽ നിന്നും ഉടലെടുത്ത ഒന്നാണ് മനുഷ്യകുലം എന്നുള്ള കവിത. ആ കവിതയിലെ 4-5 വരികൾ നിങ്ങളെ പാടിക്കേൾപ്പിക്കാം. പിറവി തന്നാഗ്രേയാഷ്ട്രം തൊടുക്കുന്നു പലവട്ടം, പിറവി തൻ ആഗ്രേയാഷ്ട്രം തൊടുക്കുന്നു പലവട്ടം, പിറവി കൊണ്ടതോ 1000 കുരുന്നുകൾ. സ്വപ്നങ്ങളല്ല ഇത്, സ്വപ്നങ്ങളല്ല ഇത്, യാഥാർത്ഥ്യത്തിൻ മണിമുത്തായി തപ്തമാനസം പിടയുന്നു ഒന്നുമറിയാതെ, തപ്തമാനസം പിടയുന്നു ഒന്നുമറിയാതെ. ഒന്നായി പിറന്നതും ഒന്നായി വളർന്നതും പരിച്ഛേദമായി മാറിയ ബന്ധങ്ങളൊക്കെയും, ഒന്നായി പിറന്നതും ഒന്നായി വളർന്നതും പരിച്ഛേദമായി മാറിയ ബന്ധങ്ങളൊക്കെയും, പിറവി തന്നാഗ്രേയാശ്രം തൊടുക്കുന്നു പലവട്ടം, പിറവി കൊണ്ടതോ 1000 കുരുന്നുകൾ. ഇതിനെ തുടർന്നുള്ള ഭാഗവും ഇതിൻ്റെ വിഷ്വൽസും നിങ്ങൾ കാണുക, വിലയിരുത്തുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്ക്. നന്ദി, നമസ്കാരം. പിറവി തന്നാഗ്രേയാസ്ത്രം തൊടുക്കുന്നു പലവട്ടം, പിറവി തന്നാഗ്രേയാസ്ത്രം തൊടുക്കുന്നു പലവട്ടം, പിറവി കൊണ്ടതോ 1000 കുരുന്നുകൾ. സ്വപ്നങ്ങളല്ല ഇത്, യാഥാർത്ഥ്യത്തിൻ മണിമുത്തായി തപ്തമാനസം പിടയുന്നു ഒന്നുമറിയാതെ. പിറവി തന്നാഗ്രേയാസം തൊടുക്കുന്നു പലവട്ടം, പിറവി കൊണ്ടതോ 1000 കുരുന്നുകൾ. സ്വപ്നങ്ങളല്ല ഇത്, യാഥാർത്ഥ്യത്തിൻ മണിമുത്തായി തപ്തമാനസം പിടയുന്നു ഒന്നുമറിയാതെ. ഒന്നായി പിറന്നതും ഒന്നായി വളർന്നതും പരിച്ഛേദമായി മാറിയ ബന്ധങ്ങളൊക്കെയും, ഒന്നായി പിറന്നതും ഒന്നായി വളർന്നതും പരിച്ഛേദമായി മാറിയ ബന്ധങ്ങളൊക്കെയും
കാലം വരുത്തിയ ഭ്രാന്തമാം ചിന്തകൾ കൈകൊട്ടി പാടുന്നു വീണ്ടും വീണ്ടും ഇടതടവില്ലാതെ. കാലം വരുത്തിയ ഭ്രാന്തമാം ചിന്തകൾ കൈകൊട്ടി പാടുന്നു വീണ്ടും വീണ്ടും ഇടതടവില്ലാതെ. കേഴുക കേഴുക ഈ മണ്ണിൽ വളക്കൂറു നഷ്ടമായി. കേഴുക കേഴുക ഈ മണ്ണിൽ വളക്കൂറു നഷ്ടമായി. പിന്നെയോ വിഷബീജം നിറയുന്നി ഭൂതലമാകെ. ഒടുവിൽ വെട്ടിപ്പിടിച്ചതും ഒത്തുപിടിച്ചതും ഒടുവിൽ വെട്ടിപ്പിടിച്ചതും ഒത്തുപിടിച്ചതും ഒക്കെയും കൂട്ടായി വരാതെ പോകുമെന്ന ധാരണയിൽ ജീവിതം കർമ്മമായി കരുതി മുന്നോട്ടു നീങ്ങുക കാരുണ്യസ്പർശമായി. ജീവിതം കർമ്മമായി കരുതി മുന്നോട്ടു നീങ്ങുക കാരുണ്യസ്പർശമായി. പിറവി തന്നാഗ്രേയാസം തൊടുക്കുന്നു പലവട്ടം. പിറവി കൊണ്ടതോ ആയിരമായിരം കുരുന്നുകൾ. സ്വപ്നങ്ങളല്ല ഇതു യാഥാർത്ഥ്യത്തിൻ മണിമുത്തായി. സ്വപ്നങ്ങളല്ല ഇത് യാഥാർത്ഥ്യത്തിൻ മണിമുത്തായി. തത്തമാനസം തിടയുന്നു ഒന്നുമറിയാതെ. ഒന്നായി പിറന്നതും ഒന്നായി വളർന്നതും പരിച്ഛേദമായി മാറിയ ബന്ധങ്ങളൊക്കെയും കാലം വരുത്തിയ ഭ്രാന്തമാം ചിന്തകൾ കൈകൊട്ടി പാടുന്നു വീണ്ടും വീണ്ടും ഇടതടവില്ലാതെ. കേഴുക കേഴുക ഈ മണ്ണിൽ വളക്കൂറു നഷ്ടമായി. പിന്നെയോ വിഷബീജം നിറയുന്നീ ഭൂതലമാകെ. ഒടുവിൽ വെട്ടിപ്പിടിച്ചതും ഒത്തുപിടിച്ചതും ഒക്കെയും കൂട്ടായി വരാതെ പോകുമെന്ന ധാരണയിൽ ജീവിതം കർമ്മമായി കരുതി മുന്നോട്ടു നീങ്ങുക കാരുണ്യസ്പർശമായി. ജീവിതം കർമ്മമായി കരുതി മുന്നോട്ടു നീങ്ങുക കാരുണ്യസ്പർശമായി. ജീവിതം കർമ്മമായി കരുതി മുന്നോട്ടു നീങ്ങുക കാരുണ്യസ്പർശമായി. പിറവി തന്നാഗ്നേയാസ്ത്രം തൊടുക്കുന്നു പലവട്ടം. പിറവി കൊണ്ടതോ ആയിരമായിരം കുരുന്നുകൾ. സ്വപ്നങ്ങളല്ല ഇത് യാഥാർത്ഥ്യത്തിൻ മണിമുത്തായി. തപ്തമാനസം പിടയുന്നു ഒന്നുമറിയാതെ. തപ്തമാനസം പിടയുന്നു ഒന്നുമറിയാതെ.